അങ്ങനെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. അദ്ദേഹത്തിന് വളരെ വ്യക്തമായ അനുഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു നിസ്സാരമായി കാണേണ്ടത് ഒരു ഔഷധമല്ല, കഷണ്ടിയിൽ മുടി കിളിപ്പിക്കാൻ സാധ്യമല്ല എന്ന് തന്നെ പറയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം അതിനെ തിരിച്ചു കുറിച്ചുകൊണ്ടുള്ള ഒരു വിശേഷ ഗുണമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ആരോഗ്യത്തിൻ്റെ അരോഗാവസ്ഥ, രോഗമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ശരീരത്തെ കൊണ്ടെത്തിക്കാൻ വളരെയേറെ ശക്തിയുക്തമായ ഒരു ഔഷധമാണ്. പ്രേക്ഷകരെ നമസ്കാരം. നമുക്ക് ഇപ്പോൾ ഒരു അതിഥി നമ്മുടെ മുന്നിലുണ്ട്. ഡോക്ടർ ആനന്ദ് എന്നാണ് പേര്. അദ്ദേഹം ഒരു ആയുർവേദ ചികിത്സകനാണ്. കൊല്ലമാണ് സ്വദേശം. ത്വക്ക് രോഗങ്ങൾ വളരെ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടറാണ് അദ്ദേഹം. വളരെ എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾ പഴക്കമുള്ള സോറിയാസിസ് ഉൾപ്പെടെയുള്ള ത്വക്ക് രോഗങ്ങൾ ചികിത്സിക്കാൻ അദ്ദേഹം എടുക്കലാണ്. അതോടൊപ്പം തന്നെ മറ്റ് പല ചികിത്സകളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഡോക്ടർ ആനന്ദ് സാർ, എന്താണ് താങ്കളുടെ ഒരു 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 ചികിത്സാ രീതി? താങ്കൾ ആദ്യമേ ഞാൻ ചോദിക്കട്ടെ, താങ്കൾ പിന്നെ ആയുർവേദ മെഡിസിൻ പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? ഞാൻ ആയുർവേദത്തിൽ VMS എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പാരമ്പര്യ അതിനുപരിയായിട്ട് 780-ൽ പരം വർഷങ്ങളുടെ ചികിത്സാ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ഒരംഗമാണ്. അത് ഞങ്ങൾ ഈ പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് ആയുർവേദ ചികിത്സയിൽ വളരെയേറെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു കുടുംബമാണ് പറക്കോട് കുടുംബം. അടൂരിനടുത്തുള്ള അടൂർ പറക്കോട്. അപ്പം ആ ഓരോ തലമുറയിലും ഓരോ വിദഗ്ധരായ ആൾക്കാര് തലമുറയുടെ ഖ്യാതി നിലനിർത്താൻ വേണ്ടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അല്ല, ഈ പറക്കോട് കുടുംബത്തെ കുറിച്ച് ഞാനൊരു ഒരു വാചകം ഞാൻ കേട്ടിട്ടുണ്ട്. അത് അതായത് അന്ന് പണ്ടുള്ളവർ പറയുന്നത്, പറക്കോടൻ പഠിപ്പുര കടന്നാൽ ജ്വരം പടിഞ്ഞാറ് കടക്കും. അതാണ് അങ്ങനെ ഒരു അർത്ഥം. പറക്കോടം വന്നാൽ മതി, എല്ലാം തീരും. അതാണ്. ശരി, അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പം 780 വർഷത്തെ പാരമ്പര്യ കുടുംബത്തിലെ ഈ തലമുറയിൽപ്പെട്ട ഒരാളാണെന്നുള്ളതാണ്. ഞാൻ പ്രധാനമായിട്ട് ചെയ്തത് ത്വക്ക് രോഗങ്ങൾക്ക് തന്നെ ഞങ്ങൾ പ്രധാനമായിട്ട് ചെയ്തു. പാരമ്പര്യ കുടുംബത്തിൽ ജ്വരവാദ വിഷ ചികിത്സകളായിരുന്നു പരമപ്രധാനമെങ്കിലും ഇപ്പോൾ ഞാൻ കൂടുതലും ത്വക്ക് രോഗങ്ങൾക്കുള്ള പ്രത്യേക ചികിത്സയാണ്. അതും പാരമ്പര്യാർജിതം തന്നെയാണ്. ആയുർവേദ സിലബസിൽ പെടുന്നതിലും ഉപരിയായിട്ടുള്ള അപൂർവ ഗ്രന്ഥങ്ങളിലും താളിയോലകളിൽ നിന്നുള്ള സിദ്ധ ഔഷധങ്ങളാണ് ഇക്കാര്യത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തി പോരുന്നത്. അതുകൊണ്ട് ഈ വളരെയേറെ വർഷങ്ങൾ പഴക്കമുള്ള എക്സിമ, സോറിയാസിസ് കേസുകളിൽ നമ്മൾ ചികിത്സ വളരെ പരമപ്രധാനമായിട്ട് ചെയ്യുന്നുണ്ട്. അത് ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ എൻ്റെ ചികിത്സയിൽ തന്നെ സുഖം പ്രാപിച്ചു. സോറിയാസിസ് പൂർണ്ണമായിട്ടും മാറാൻ വളരെയേറെ പ്രയാസമാണ്. 6 മുതൽ 1 വർഷം വരെയൊക്കെയുള്ള ചികിത്സ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും മാറും. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ക്രമം അനുസരിച്ച് തന്നെ ചെയ്യണം. അതെ, അതിന് മരുന്നുകളോടൊപ്പം തന്നെ പഥ്യാചരണങ്ങളുണ്ട്. ആ പഥ്യാചരണങ്ങളുടെ അതേപടി അനുസരിച്ച് പോകുകയാണെങ്കിൽ പെട്ടെന്നുള്ള ആശ്വാസം ഉണ്ടാകും. പിന്നീട് ഈ സോറിയാസിസിന്റെ ചികിത്സയോടൊപ്പം തന്നെ അർശോരോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങളിൽ അതിൽ പ്രധാനമായിട്ട് അശ്വരി എന്ന് പറയുമ്പോൾ മൂത്രക്കല്ല്, പിന്നെ മുടി കൊഴിച്ചില്, കരിമുഖം, പിന്നെ കഷണ്ടിയിൽ മുടി കിളിക്കുന്ന ഒരു ഔഷധമാണ്. കഷണ്ടിയിൽ മുടി കിളിപ്പിക്കാൻ പര്യാപ്തമായ ഒരു ഔഷധമാണ് ഞാൻ ആദ്യം പുറത്തിറക്കിയത്. ശരി, താങ്കൾ തന്നെ നിർമ്മിച്ച് താങ്കളുടെ ഫോർമുല അനുസരിച്ച് അത് ഞാൻ ഗവേഷണം നടത്തിയെന്ന് തന്നെ പറയാവുന്നതാണ്. അത് 1988-ൽ. അല്ല, അതിന് ഗവേഷണം നടത്താൻ പറ്റുന്ന ഈ പഴയ ഗ്രന്ഥങ്ങളൊക്കെ താളിയോല ഗ്രന്ഥങ്ങളുണ്ട്. ഏതാണ്ട് ഈ 700-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങളിൽ ഇന്ന് എന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ. അതെ, അത് ഞാൻ പലയിടത്തും കാണിച്ചിട്ടുണ്ട്. അന്ന് കൊല്ലത്ത് ഞാൻ പത്രസമ്മേളനം നടത്തുമ്പം പത്രസമ്മേളനത്തിൽ ഞാൻ ഇത്രയും താളിയോല കെട്ടുകൾ തന്നെ അവിടെ ഹാജരാക്കിയിരുന്നു. അപ്പൊ ഈ താളിയോല കെട്ടുകൾ മാത്രമാണോ ഗവേഷണത്തിന്റെ പരമപ്രധാനം അത് തന്നെയാണ്. കാരണം അതിനകത്തുള്ള അപൂർവ പരീക്ഷണ വിധേയങ്ങളായിട്ടുള്ള ഔഷധങ്ങളുടെ നിർമ്മാണ രീതികളും പ്രായോഗിക ഫലങ്ങളും വ്യക്തമാക്കിയിട്ടുള്ള താളിയോലയാണ്.
അത് ആ താടിയോലകളിൽ അന്ന് വളരെയേറെ വിഷചികിത്സകളെക്കുറിച്ചും മറ്റുള്ള ചികിത്സകളെക്കുറിച്ചും മറ്റ് ആധികാരിക ശാസ്ത്രങ്ങളെക്കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ വിലപ്പെട്ട താടിയോല ഗ്രന്ഥങ്ങളാണ്. അത് വായിക്കാൻ അത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ദേവനാഗരി ലിപികളിലാണ് ആ പിന്നെ താടിയോല എഴുതപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കുറച്ച് സംസ്കൃതമുണ്ട്, കുറച്ച് മലയാളമുണ്ട്. അപ്പൊ ഇത് വായിക്കാൻ അല്പം പഠിച്ചിരിക്കണം. ഒരു പ്രാഥമിക ഒരു പിന്നെ പഠനം അതിനകത്ത് നടത്തിയെങ്കിൽ മാത്രമേ പിന്നെ തുടർച്ചയായിട്ട് വായിച്ചു. അപ്പൊ അതിനകത്ത് അക്ഷരങ്ങൾക്കൊക്കെ വളരെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് തുടർന്ന് പോകാം. അത് വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ ഈ എൻ്റെ ഒരു ചെറുപ്പക്കാരൻ മുതൽ തന്നെ ഈ താളിയോലകളൊക്കെ എടുത്ത് വായിക്കുന്ന ഒരു സ്വഭാവം. ആ കുടുംബത്തിൽ എല്ലാവരും ഒക്കെ കുറേയൊക്കെ നോക്കിയിട്ടുണ്ട്. എങ്കിലും അതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഓരോ വ്യക്തികൾക്കും താല്പര്യമായ വിഷയങ്ങൾ ഏതാണ്, അതിൻ്റെ താളിയോല കെട്ടുകൾ തന്നെ എടുത്ത് എല്ലാവരും പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അന്ന് ഈ താളിയോലയിൽ പരമപ്രധാനമായിട്ട് വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം ഈ 3 വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നതാണ് ഈ ആയുർവേദ താളിയോല ഗ്രന്ഥങ്ങൾ. അത് ഓരോരുത്തരുടെ ഇച്ഛ എന്താണ് അതനുസരിച്ചുള്ള കാര്യങ്ങൾ അതിനകത്ത് പിന്നെ ഓരോ വഴിയിൽ പോയിട്ടുള്ളവരുണ്ട്. ഇപ്പോഴും ആ രംഗങ്ങളിൽ മേഖലകളിൽ സാമാന്യേന നിലവാരം പുലർത്തിക്കൊണ്ട് ആ കർമ്മം ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാർ കുടുംബത്തുണ്ട്. അപ്പം അതിൽ വൈദ്യം ചെയ്യുന്ന ഞാനും എൻ്റെ സഹോദരന്മാരും വലിയച്ഛൻ്റെ ഒക്കെ മക്കളുണ്ട്. എങ്കിലും പ്രധാനമായിട്ട് ഇപ്പം ഞാനാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. അങ്ങനെ 88 ഞാൻ സാംബശിവന്, നമ്മുടെ കാഥിയൻ വി സാംബശിവനാണ് ഞാൻ കഷണ്ടിക്കുള്ള എണ്ണയുടെ പിന്നെ പരീക്ഷണാർത്ഥം അദ്ദേഹത്തിനും ഔഷധങ്ങൾ നിർമ്മിച്ച എണ്ണ അദ്ദേഹത്തെ കൊണ്ട് ഞാൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിന് വളരെ വ്യക്തമായ അനുഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു നിസ്സാരമായി കാണേണ്ടുന്ന ഒരു ഔഷധമല്ല, ഇത് 4 ആൾക്കാർ അറിയേണ്ടതാണ്. കാരണം ആധുനിക ചികിത്സാ രീതികൾ തന്നെ കഷണ്ടിയിൽ മുടി കിളിപ്പിക്കാൻ സാധ്യമല്ല എന്ന് തന്നെ പറയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം അതിനെ തിരുത്തി കുറിച്ചിട്ടുള്ള ഒരു വിശേഷ ഗുണമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഔഷധത്തെക്കുറിച്ച് പൊതുജനമധ്യത്തിൽ അറിയിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് കൊല്ലം പ്രസ് ക്ലബിൽ അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞ് ഒരു പത്രസമ്മേളനം നടത്താനുള്ള ഒരു അവസരം അദ്ദേഹം തന്നെയായിട്ട് ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞാൻ അവിടെ പത്രസമ്മേളനത്തിൽ ഈ വിവരങ്ങൾ പറയും. അതോടൊപ്പം മുടി കിളിച്ച കുറേ ആൾക്കാരെ കൂടെ ഞാൻ അന്നവിടെ കാണിക്കുകയും ചെയ്തിരുന്നു, പത്രക്കാർ കാണിച്ചിരുന്നു. അങ്ങനെ അതിനുശേഷം ആ മരുന്ന് വളരെ വ്യാപകമായിട്ട് നമ്മുടെ അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ അനൂപ് എന്ന് പറയുന്ന മരുന്ന് ഇറങ്ങുന്നതിനൊക്കെ വളരെ അതിന് മുമ്പേ എന്റെ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അന്നത്തെ ആ ഒരു എൻ്റെ പരിശ്രമ ഫലം അദ്ദേഹം വളരെ മനസ്സിലാക്കി. അങ്ങനെ അന്ന് കൂടുതൽ ആൾക്കാരെ അറിയിച്ചു, പത്രങ്ങളിലൊക്കെ വന്നു. അപ്പൊ അതിനുശേഷം എങ്ങനെയാണ് ഈ അതിന് ഒരുപാട് ആൾക്കാർ വന്നു എണ്ണ അപ്പൊ അതിന് ഈ പത്രസമ്മേളനം നടത്തിയ കൂട്ടത്തില് 2-3 പത്രങ്ങൾ അത് വളരെയേറെ ഹൈലൈറ്റ് ചെയ്ത് പിന്നെ വാർത്തകളായിട്ട് തന്നെ കൊടുത്തിരുന്നു. അത് പിന്നെ നമ്മുടെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നെല്ലാം, വിദേശങ്ങളിൽ നിന്നും സ്വദേശത്തു നിന്നും നമ്മുടെ ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അന്യ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ അന്ന് ഉണ്ടായിരുന്നു. അന്വേഷിച്ചു വന്നു. അങ്ങനെ എനിക്ക് 95-ൽ വോളണ്ടറി ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ഗോൾഡ് മെഡൽ അവാർഡ് ഇതിന്റെ ഗവേഷണ ഫലമായിട്ട് തന്നിരുന്നു. പിന്നെ 2001-ൽ പിന്നെ അവര് പിന്നെ ഈ ഗ്ലോബൽ എക്കണോമിക് കൗൺസിലിന്റെ രാഷ്ട്രീയ രത്ന അവാർഡ് ലഭിച്ചിരുന്നു. പിന്നെ 96-ൽ ഈ വോളണ്ടറി ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ അവരുടെ PhDക്ക് തന്നെ നോമിനേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. PhDക്ക് പോയി പിന്നെ അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ പോയില്ല. കാരണം എനിക്ക് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് പോകാനൊക്കെ എന്നെല്ലാം അച്ഛൻ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം എന്നെയാണ് ഏൽപ്പിച്ചതെന്ന്. അപ്പൊ അത് വിട്ടിട്ട് എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത പിന്നെ കുടുംബം വലിയ ഭാരിച്ച ഒരു കുടുംബമാണ്. അപ്പൊ ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പൊ അച്ഛനോടൊപ്പം തന്നെ നിന്ന് അച്ഛന്
വയ്യാത്ത അവസ്ഥ വന്നപ്പോൾ അച്ഛനോടൊപ്പം തന്നെ നിൽക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെയാണ്. അപ്പൊ ഇനി അത് താങ്കളെ കുറിച്ച് പറയാണ്ടോ, നമുക്ക് മരുന്നുകളെ അപ്പൊ അതെ, അപ്പം ഈ ഔഷധങ്ങള് ഇതെന്താണ് ഇതിന്റെ പേര്? ഹരിതഖ്യാതി ഗുഡം. ഇതെന്താണ് ഇത്? ഇത് നമുക്ക് ഈ സോറിയാസിസ് തുടങ്ങുന്ന രോഗങ്ങളില് ഈ നമ്മുടെ ആഹാരചര്യയിൽ വരുന്ന വിവിധങ്ങളായ ദോഷങ്ങളെ ശരീരത്തിൽ നിന്നും ഉന്മൂലനം ചെയ്തുകൊണ്ട് ആമാശയശുദ്ധിയും പിന്നെ പക്വാശയശുദ്ധിയും മലാശയശുദ്ധിയും അതോടൊപ്പം തന്നെ രക്തവർദ്ധനവും രക്തശുദ്ധിയും നൽകിക്കൊണ്ട് ആരോഗ്യത്തിൻ്റെ അരോഗാവസ്ഥ, രോഗമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ശരീരത്തെ കൊണ്ടെത്തിക്കാൻ വളരെയേറെ ശക്തിയുക്തമായ ഒരു ഔഷധമാണ് ഈ ഹരിതഖ്യാതി ഗുണം. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്? ഇത് ഓരോ നെല്ലിക്ക പ്രമാണം രാവിലെയും വൈകിട്ടും സേവിച്ചു കഴിഞ്ഞാൽ ഈ നമുക്ക് അലർജി. നെല്ലിക്ക പ്രമാണം എന്ന് പറയുമ്പോൾ ഒരു നെല്ലിക്കയുടെ അളവ്, ചെറിയ എടുത്തു കഴിഞ്ഞാൽ ആ അളവിലെടുത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞാൽ ത്വക്ക് രോഗങ്ങൾക്ക് എല്ലാം വെറുതെ കഴിച്ചാൽ മതി. വെറുതെ കഴിച്ചോണ്ട് വാങ്ങിട്ടരിച്ചറിക്കട്ട് ആഹാരത്തിന് മുമ്പാണോ പറയുകയാണോ അങ്ങനെയാണോ? അങ്ങനെയൊന്നും അത് ഏത് സമയത്ത് രാവിലെയും അലോപ്പതിക്കാരാണ് അങ്ങനെ പറയുന്നത്. അലോപ്പതിക്കാരാണ് പറയുന്നത് ആഹാരത്തിന് മുമ്പ്. അത് രാവിലെ വെറും വയറ്റിൽ ഉപയോഗപ്പെടുത്താം, രാത്രി ആഹാരത്തിന് ശേഷം ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും നന്നായിരിക്കും.